നിങ്ങളെ വേർപിരിക്കുന്നത് ഏത് സാഹചര്യത്തിലും അവളെ സ്നേഹിച്ച് അവളോട് വസിച്ച് അവളെ ശുശ്രൂഷിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സിനോൾ മാത്യുവിനോട് ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്ന ജിസ്ബിൻ സേവ്യർ എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു സാഹചര്യങ്ങളിലും അദ്ദേഹത്തോട് വസിച്ച് അദ്ദേഹത്തെ സ്നേഹിച്ച് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് മരണം വേർപിരിക്കുന്നത് വരെ എല്ലാ കടപ്പാടുകളും ചെയ്തു കൊള്ളാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ അങ്ങനെ തീരുമാനിച്ചിരിക്കാൻ ഇപ്പോൾ ഇവരുടെ വിവാഹം നാം പാർക്കുന്ന രാജ്യത്തിൻ്റെ നിയമപ്രകാരവും ദൈവവചന അടിസ്ഥാനത്തിലും ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരെ മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ പരസ്പരം ഉഭയസമ്മതം ചെയ്ത് ദൈവസന്നിധിയിൽ ഭാര്യ ഭർത്താക്കന്മാരായ ഈ തീരുന്ന സമയം വളരെ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും ശുശ്രൂഷയുടെ ബഹുമാനത്തോടും ആദരവോടുകൂടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിൽക്കാം. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാം. ദൈവം നമ്മുടെ പൂർവ്വപിതാവായ ആദാമിന്റെയും ഹവ്വയുടെയും കരം യോജിപ്പിച്ച ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ യോജിപ്പിക്കും.
സിനോൺ മാറ്റിയാകുന്ന വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. സുഖത്തിൽ ദുഃഖത്തിൽ സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു സാഹചര്യത്തിലും നിന്നോടുകൂടെ വസിച്ച് നിന്നെ സ്നേഹിച്ച് നിനക്ക് ദൈവവചന പ്രകാരം നിനക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്ത് ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചുകൊള്ളാമെന്ന് ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരമുള്ള ക്രിസ്തുവിനെ ശ്രേഷ്ഠദൂതന്മാരെ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവസഭയെ സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉറപ്പേറിയ ഉടമ്പടി ചെയ്തുകൊണ്ട് സിനോൺ മാറ്റിയാകുന്ന ഞാൻ സീരിയലാകുന്ന അങ്ങേ വിവാഹത്തിന്റെ വിശുദ്ധ അവസ്ഥയിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ഭർത്താവായി സ്വീകരിക്കും. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ജീവിതത്തിൽ നേരിടുന്ന ഏതൊരു സാഹചര്യങ്ങളും അങ്ങയെ സ്നേഹിച്ച് അങ്ങേക്ക് കീഴ്പ്പെട്ട് അങ്ങയെ അനുസരിച്ച് അങ്ങയോട് വസിച്ച് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും ഞാൻ നിർവഹിച്ചുകൊണ്ടാകുന്ന ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠദൂതന്മാരെയും ഇവിടെ കൂടിയിരിക്കുന്ന ദൈവസഭയെയും സാക്ഷി നിർത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉറപ്പേറിയ ഉടമ്പടി ചെയ്തുകൊള്ളുക. നിങ്ങൾ ഇരുവരും ദൈവസഭയുടെ മധ്യേ ചെയ്തിരിക്കുന്ന ഉടമ്പടിക്ക് സ്വർഗസ്വനായ ദൈവവും ദൈവദൂതന്മാരും ദൈവസഭയും സാക്ഷികളാകുന്നു എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, നന്ദി നൽകാൻ ദൈവത്തോട് ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവസഭയുടെ മധ്യേ മഹാദൈവത്തിന്റെ അവിടുത്തെ അടിസ്ഥാനത്തിൽ രണ്ട് സാഹചര്യങ്ങളിലായിരുന്ന ഈ പ്രിയപ്പെട്ടവര് കർത്താവെ ഒന്നാക്കി തീർന്നതായ
അതോർത്ത് ഞങ്ങൾ ഉപദേശങ്ങളിൽ ചെയ്തിരിക്കുന്ന പ്രകാരം അവരുടെ ജീവിതത്തിൻ്റെ പൂർവ്വമായ കാര്യങ്ങൾ അത് ചെയ്യുവാൻ ആവശ്യമായ ഉപയോഗങ്ങളും ഇവരുടെ മേലും ശരിയാൻ പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ ദിവസങ്ങളിൽ ചെയ്തിരിക്കുന്ന മറുപടി ജീവിതത്തിൽ വരെ പാലിപ്പാൻ ആവശ്യമായ ഉപയോഗം അനുഗ്രഹങ്ങളും അതുമേ ചെയ്യണം. ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്നു. അവൾ ദൈവസന്നിധിക്കുന്ന മറുപടി ഇതുവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. അടികളുടെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു നാം പ്രവേശിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ആയതിനാൽ നിങ്ങളുടെ സ്വന്തം താല്പര്യപ്രകാരമോ മറ്റുള്ളവരുടെ പ്രേരണ പ്രകാരമോ ഈ വിവാഹബന്ധത്തിൽ നിന്ന് ഒഴിവാൻ പാടുള്ളത്. നിങ്ങളെ യോജിപ്പിച്ച ദൈവത്തിന് മാത്രമേ വിവാഹബന്ധത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിക്കാൻ അവകാശമുള്ളൂ. അതെങ്ങനെയെന്നാൽ ഒരാൾ നിങ്ങളിൽ നിന്ന് മരണം വഴിയായി മാറിപ്പോകുമ്പോൾ ആണ് വിവാഹബന്ധത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. ആയതുകൊണ്ട് നിങ്ങളുടെ ഇരുവരുടെയും മരണം വരെ നിങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്ത ഉടമ്പടി പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവവചനത്തിൽ ഇങ്ങനെ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിനെ അവൻ ശിക്ഷിച്ചവൻ ആ രീതി അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും അവരുടെ ഭാര്യയോട് ബന്ധിച്ച് ഇരുവരും ദേഹമായി തീരുവെന്ന് അറിയിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ നേടാൻ രണ്ടല്ല ഒരു ദേഹമാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യർ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ശിവൻ ആക്കിയിരുന്ന ഇവരെയും മഹാദൈവത്തിൻ്റെ അദൃശ്യമായ ബന്ധത്താലും ദൈവവചനത്താലും ഇവർ പരസ്പരം ദൈവസഭയുടെ മുമ്പാകെ ചെയ്ത ഉടമ്പടി പ്രകാരവും ഇവർ തമ്മിൽ വിവാഹിതരായി തീർന്നിരിക്കുന്നു എന്നുള്ള വിഷയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപനം ചെയ്തുകൊള്ളുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. എല്ലാവരും പറഞ്ഞിട്ട്, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് ആശംസയായിട്ട് ദേവദാസന്മാരാണ് 128 സങ്കീർത്തനം. സഭയായി നാം ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കുചേരാവുന്നതാണ്. അപ്പോൾ തന്നെ ശരീരമുള്ള ദേവദാസന്മാർ എല്ലാവരും ചേർന്ന് ഈ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ കൊണ്ടുവന്നു ഞാൻ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.